ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി മാക്സിലെ കളക്ഷൻ ആയിട്ടാട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന മാതിരിയല്ല, ഇന്നത്തെ കളക്ഷൻ എന്ന് വെച്ചാൽ ഫുൾ വെറൈറ്റി കളക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള മാക്സ് ഫാഷനിലെ കളക്ഷനാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോണത്. നമ്മൾ ഒരുപാട് മാക്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പക്ഷേങ്കിൽ ഇത്രയും വെറൈറ്റി കളക്ഷൻ ഈ ഒരു ഇതിലാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ഒരു വീഡിയോയിലാന്ന് തോന്നുന്നു അത്രയും കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തത് സൂപ്പറായിട്ടുള്ള കളക്ഷനാണ്. 499 ഉണ്ട്, 599 ഉണ്ട്, 399 ഒക്കെ ഉണ്ട്. അതുകൂടാതെ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സ്റ്റുഡിയോയിലാണ് നമ്മളെപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ടോപ്പ്. സ്റ്റുഡിയോൻ്റെ ഭയങ്കര ഫാനായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ സ്റ്റുഡിയോ നല്ല അടിപൊളി കളക്ഷൻ തന്നെ കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി കളക്ഷൻ. പക്ഷേ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് സ്റ്റുഡിയോൻ്റെ നിന്ന് എടുക്കുന്ന ടോപ്പിൻ്റെ കൂടെ ഒരു 200 രൂപ കൂടി കിട്ടിയാൽ ഒരു മാക്സിന്ന് അതിലും നല്ല ടോപ്പ് കിട്ടുമെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ, ഇടയ്ക്ക്. പക്ഷേ സ്റ്റുഡിയോ അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ്. ആ റെഡൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, ബലൂൺ സ്ലീവ്സൊക്കെ ആയിട്ട്. ഇതൊന്നല്ല, കളക്ഷൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള മാക്സ് ഫാഷനാണ് കേട്ടോ. ഈ വൈറ്റൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ല, അതിൻ്റെ നെക്കൊക്കെ ഭയങ്കര ഇത് നമ്മളെ പ്രിൻസസ് കട്ടിലൊക്കെ വന്നിട്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കട്ടിലുള്ള കഴുത്തുകളൊക്കെ ആണ് കേട്ടോ. നല്ല ഇവിടുത്തെ ക്ലോത്തിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ചിലർ വിചാരിക്കാറുണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അത്രയും എൻ്റെ ചാനൽ വളർന്നിട്ടില്ല പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഒന്നും ചെയ്യാൻ. ഇത് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്ന, മനസ്സറിഞ്ഞെടുക്കുന്ന അതാണ്. എത്ര വർഷങ്ങളായിട്ട് മാക്സിന്ന് യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര ഇഷ്ടവുമാണ് ഇവിടുത്തെ കളക്ഷന്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളെയും കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു പെയ്ഡ് പ്രൊമോഷനായിട്ടോ അങ്ങനെയൊന്നും വരാൻ മാത്രം നമ്മളെ ചാനൽ വളർന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ വളരുമോ എന്ന് അറിയത്തുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കാരണം നമ്മളെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, ഷോപ്പിംഗ് വീഡിയോസൊക്കെ. പക്ഷേങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വലിയൊരു സപ്പോർട്ടാവും. ഇതൊക്കെ വന്നിട്ട് കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള കളക്ഷൻ കണ്ടോ നിങ്ങൾ? എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, സൂപ്പർ. ഈ സ്ലീവൊക്കെ നോക്കിയേ, ഇവിടുത്തെ ത്രെഡ് വർക്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നമ്മുടെ ഡ്രസ്സിലൊക്കെ വരുന്ന ത്രെഡ് വർക്കൊക്കെ, ഫ്ലോറൽ പ്രിൻ്റ് ആയാലും എംബ്രോയ്ഡറി ആയാലും ക്രോഷ്യ വർക്കൊക്കെ ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടാണ് കൈയിൻ്റെ തുമ്പത്തൊക്കെ വരുന്ന ക്രോഷ്യ ലേസൊക്കെ വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ടോപ്പുകളുണ്ട് കേട്ടോ. നമ്മളെ 499 അടിപൊളി കളക്ഷൻ ആട്ടോ ഞാൻ കാണിക്കാൻ പോണതിൽ. ഇതൊക്കെ നോക്കിയാൽ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പുകൾ. ഇതൊക്കെ ഒരു 89 ഇച്ചിരി നമ്മൾ സ്റ്റുഡിയോത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. എന്നാൽ 89 സ്റ്റുഡിയോയിൽ കിട്ടുന്ന ആ ഒരു ടോപ്പ് എനിക്ക് തോന്നുന്നു അത് ബെറ്റർ. വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കേട്ടോ ബെറ്റർ. കുറച്ചുകൂടി 89 സ്റ്റുഡിയോയിൽ കിട്ടുന്ന ടോപ്പിനെക്കാട്ടി ബെറ്റർ ഇവിടുത്തതാണ്. ഇതൊക്കെ വന്നിട്ട് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്ലോത്താണ്. ഞാൻ എന്താ പറയുക, അത്രയും ഞാൻ മാക്സിൻ്റെ വീഡിയോയിൽ പറയലില്ല, അത്രയും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ക്ലോത്താണ് കേട്ടോ മാക്സിൻ്റെത്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല പിന്നെ സെറ്റായിട്ട് വരുന്നതും ഉണ്ട് കേട്ടോ. ഷോളോ പാൻറ്റൊക്കെ അടക്കം. അത് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കാണിച്ചത് പാൻറ്റും ഷോളടക്കം വരുന്നത്. ഇതൊക്കെ പാൻറ്റ് ടോപ്പൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ചിലത് ഷോളും പാൻറ്റും ഉണ്ടാവും, ചിലത് പാൻറ്റും ടോപ്പും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ സെറ്റായിട്ട്. ചിലത് 3 ഉള്ളതും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ വേണ്ടിയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടോപ്പ്, ഇത് നമ്മളെ അതിൻ്റെ ഷോളും ഉണ്ട് ടോപ്പും ഉണ്ട് കേട്ടോ. പാൻറ് ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. ഇത് നമ്മളെ എന്താ പറയുക, ലിനൻ കതർ മോഡലിൽ വരുന്ന ക്ലോത്താണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ എന്താ പറയുക, എന്തെങ്കിലും സിമ്മി ഇട്ട് കൊടുക്കേണ്ടി വരും. കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആണത്. എല്ലാം അങ്ങനെയല്ല കേട്ടോ, ചിലത് അങ്ങനെ വരും. ഇത് നോക്കിയേ, ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സെറ്റുകളാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു വൈറ്റ്, അതിലിടയിൽ നല്ല ചെറിയ ക്രോഷ്യ ലേസൊക്കെ പോകുന്നുണ്ട് ഇടയിൽ കൂടി. ഇതാ ഈ പ്രിൻസസ് കാട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും കേട്ടോ. വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതും വന്നിട്ട് അങ്ങനെ തന്നെയാണ്, നമ്മൾ ചിക്കൻകാരി ആ ടൈപ്പ്. അതിനും പാൻറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് സെറ്റുകൾ ഉണ്ടാവാറുണ്ട്.
ഇതും നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് ആ ലേസ് കൊടുക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരും അല്ലേ നമ്മളെ ഡ്രസ്സിനൊക്കെ. നല്ല അടിപൊളി കളക്ഷനാണ് ഉള്ളത് കേട്ടോ. ഇത് 599 ഇപ്പം നമ്മൾ അപ്പുറത്ത് കാണിച്ചതും 599 വരുന്നതാണ് കേട്ടോ. പക്ഷേ ഇതല്ല, വേറെ ഒന്നൊരു കളക്ഷൻ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കാണിക്കാം കേട്ടോ. ഇതൊക്കെ 599 വരുന്നത്. ഇതിനുള്ളിൽ തപ്പിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടോപ്പുകൾ കിട്ടും. ഇതൊക്കെ കുറച്ചും കൂടി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ പാർട്ടി വെയർ ആയിട്ട് കുറച്ചും കൂടി ബഡ്ജറ്റാണ്. പക്ഷേ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപാട് എന്താ പറയുക യൂസ് ചെയ്യുന്ന എല്ലാവരും ഇടുന്നതൊന്നും ഒരു വ്യത്യസ്തമായിട്ടൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മിക്സ് ആൻഡ് മാച്ചപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ സൂപ്പർ. ഞാൻ അധിക ഡ്രസ്സും ഇവിടുന്ന് അങ്ങനെ ആട്ടോ എടുക്കാറില്ല, മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. ടോപ്പ് എടുക്കും, പാൻറ് എടുക്കും, അത് അങ്ങനെ ഷോൾ എടുക്കും. ഇവിടെ ഷോളും നല്ല ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നല്ല എംബ്രോയ്ഡറി ആയിട്ടുള്ള ഷോളുകളും എല്ലാ ടൈപ്പ് ഷോളുകളും ഇപ്പം മാക്സിലുണ്ട് കേട്ടോ. പക്ഷേ ഇച്ചിരി ഷോളിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്, അതെനിക്ക് തോന്നാറുണ്ട്. എന്നാലും ചില നല്ല യുണീക്ക് ഷോളുകളൊക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു 2-3 തവണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 499 വരുന്ന കളക്ഷനാണ് കേട്ടോ. 499 കളക്ഷനിൽ ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ ത്രെഡ് വർക്കൊക്കെ നല്ല അടിപൊളി ത്രെഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ. ഇതാ നോക്കിയേ, നല്ല ത്രെഡ് വർക്ക്, അതിൻ്റെ കൂടെ ചെറിയൊരു ക്രോഷ്യ ലേസ് ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ലേസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ത്രെഡ് വർക്കാണ് വരുന്നത്. ഫുൾ മിക്കതും ത്രെഡ് വർക്കിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് അക്കോവ പാറ്റേണിൽ വരുന്നതാണ് ഈ വൈറ്റ്. ഇതെല്ലാം കണ്ടോ നിങ്ങൾ? നല്ല കുഞ്ഞ് നല്ല നീറ്റ് ആൻഡ് ലൈറ്റ് ക്ലീൻ എന്ന് പറയില്ല, അതുപോലുള്ള എംബ്രോയ്ഡറിയാണ് കേട്ടോ. വർക്കൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, മാക്സിൻ്റെ ഒരു കളക്ഷനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ആയാലും അതിന് വരെ ഭയങ്കര ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് നല്ല അതിനെ ബ്യൂട്ടിഫുൾ ആക്കും. അത്രയും സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കും. ബട്ടൺസിൽ പോലും അതിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കിംഗ് ആണ് കേട്ടോ ഈ ഒരു കുർത്തിക്ക് അവർ കൊടുക്കുന്നത്. മീൻസ് എല്ലാ ഡ്രസ്സും ഇവിടുത്തെ. ഇനിയും ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ റേറ്റിൽ വരുന്നത്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഫുള്ള് വന്നിട്ട് 499 വരുന്നതാണ് കേട്ടോ. 599 ഉണ്ട്, 499 ഉണ്ട്. ഇത് 499 വരുന്നതാണ്. 499 ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ ഹൈലൈറ്റ് മാളിൽ. പിന്നെ ഉള്ളത് ഫോക്കസ് മാളിൽ, അവിടെയും നല്ല അടിപൊളി കളക്ഷനാണ്. ഗോകുലം മാളിലും നമ്മളെ മാക്സിനുണ്ട്. പക്ഷേ ഞാനൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഗോകുലം ഗലേറിയ മാളിലുള്ള മാക്സിൽ കുറച്ച് കളക്ഷൻ കുറവായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. മീൻസ് അതായത് ക്വാണ്ടിറ്റി വരുന്നതിലുള്ള വ്യത്യാസമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരുപാട് സാധനം വരുന്നുണ്ട്, ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട്. ഫോക്കസ് മാളായാലും അങ്ങനെ തന്നെ. ഗോകുലം ഗലേറിയയിലും സ്പേസ് കുറവാണ്, എന്താ പറയുക, ലേഡീസിനായിട്ടുള്ളൊരു സ്പേസ് കുറവാണ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കളക്ഷൻ പൊതുവെ. പക്ഷേ 499 599 ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹെവി കളക്ഷനായിട്ടാണ് തോന്നിയത്. വെറൈറ്റി ആയിട്ടുള്ള ഹെവി കളക്ഷനാട്ടോ തോന്നിയത്. നമുക്ക് ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി നീ ലെങ്ത്ത് ടോപ്പുകളും അല്ലെങ്കിൽ ഷർട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഓവർ സൈസ് ലേഡീസ് ഷർട്ട്സും ടീഷർട്ട്സും പിന്നെ മാക്സി ഡ്രസ്സസും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്നത്. നമ്മൾ എപ്പോഴും കാണുന്ന ഓൺലൈൻ മീഡിയയിലൊക്കെ കാണുന്ന പോലത്തെ അല്ലാതെ എപ്പോഴും നമ്മൾ കാണില്ലേ, അതല്ലാത്ത ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്കൊരു നല്ലൊരിതാണ്. ഇത് നോക്കിയേ, നമ്മൾ നേരത്തെ അപ്പുറം കണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ മോഡൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ വേറൊരു കളറും ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് വൈറ്റ് വന്നിട്ട് കണ്ടോ, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. സിമ്പിളാണ്, പക്ഷേ നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഔട്ട്ഫിറ്റ് എപ്പോൾ ഇത് 399 വരുന്നത് കണ്ടോ. പിന്നെ നമ്മൾ ഔട്ട്ഫിറ്റ് എപ്പോഴും, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഔട്ട്ഫിറ്റ് എപ്പോഴും അടിപൊളിയാവുന്നത് നമ്മളിടുന്ന ഡ്രസ്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ ചപ്പൽസ് ആയാലും, ഷോൾ യൂസ് ചെയ്യുന്നവരാണ് ഷോളായാലും, ബാഗ്സ് ആയാലും, വാച്ചസ് ആയാലും, ആക്സസറീസും കൂടി നമ്മൾ ഇതാക്കുമ്പോഴാണ് ആ ഒരു ഡ്രസ്സിന് അത്രയും അടിപൊളി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിമ്പിളുള്ളൊരു ടോപ്പിൻ്റെ കൂടെ നമ്മൾ ആക്സസറിയും കൂടി കൊടുക്കുമ്പോൾ അടിപൊളി ലുക്കാക്കി നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള
ഇത് പ്രിൻറ്റഡിൽ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിതുവരെ ആ ഒരു ത്രെഡ് വർക്കിലാണ് കണ്ടിട്ട്. ഇതൊക്കെ കുറച്ച് പ്രിൻറ്റഡ്. ഇത് നമ്മൾ നേരത്തെ വൈറ്റ് കണ്ടില്ലേ, അതിൻ്റെ ഒരു ഓഫ് വൈറ്റിലൊരു ചെറിയ യെല്ലോയിഷ് ആയിട്ടുള്ളൊരു കളറാണ്, ക്രീം കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കളർ. ഇവിടെ കിഡ്സിൻ്റെതും എല്ലാം ഉണ്ട് കേട്ടോ, മെൻസും ബോയ്സും കിഡ്സൊക്കെ. അപ്പം ഞാൻ പൊതുവേ അത് ചെയ്യാറില്ല, ലേഡീസിൻ്റെ ആ വീഡിയോസാണ് അധികവും ഞാൻ ചെയ്യാറുള്ളത്. ആരെയും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളാരും കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ. കിഡ്സിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ മാക്സിത്തെ കിഡ്സിൻ്റെ ഒക്കെ ചെയ്തത് കുറവാണ്. അല്ലാത്ത കിഡ്സിൻ്റെതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതും 499 കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഇത് വേറെ കളക്ഷനാണ്. ഇത് വന്നിട്ട് ഫ്ലോറൽ പ്രിൻറ്റ്, അതായത് പ്രിൻറ്റിൽ വന്നിട്ട് നമ്മൾ മറ്റേ ത്രെഡ് വർക്ക്, ഇത് പ്രിൻറ്റിൽ വന്നിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്. നമുക്ക് പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ നമ്മൾ ടോപ്പ് സ്റ്റുഡിയോ ആയാലും ഇവിടെ നിന്നായാലും ടോപ്പ് എടുക്കുമ്പോൾ നമുക്ക് വേറെ ഇത് ഡ്രസ്സിങ് റൂമും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഇത് നോക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു സുഖാട്ടോ. കാരണം നമുക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ ടോപ്പ് എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം അതും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലായിടത്തും ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് കുറച്ചുകൂടി സ്റ്റുഡിയോയും ഇവിടെയൊക്കെ മാക്സും ഒക്കെ കുറച്ചുകൂടി റിലയൻസ് ട്രെൻഡ് അങ്ങനെയൊക്കെ ടോപ്പ് എടുക്കുമ്പോൾ നല്ല. പക്ഷെ മാക്സിൽ എനിക്ക് എപ്പോഴും ടോപ്പിൽ എപ്പോഴും മാക്സ് തന്നെ മുൻപന്തിയിൽ. എനിക്ക് പേഴ്സണലി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മാക്സ് തന്നെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം, സ്റ്റുഡിയോനേക്കാളും കേട്ടോ. നോക്കിയ നല്ല ഭംഗിയുള്ള ടോപ്പുകൾ കണ്ടോ, കഴുത്തിലൊക്കെ വന്നിട്ടുള്ള. ഇത് വേറൊരു ടോപ്പ്. ഇതൊക്കെ നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. ഈ ടോപ്പൊക്കെ നല്ല ആക്സസറീസ് കൊടുത്ത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹെവി ആക്സസറീസ് അല്ല, സിമ്പിൾ ആക്സസറീസിൽ തന്നെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. ഇതും വന്നിട്ട് ടോപ്പ് തന്നെ കേട്ടോ, ടോപ്പുകളുടെ കളക്ഷൻ തന്നെയാണ്. പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് കാണിക്കാം. അവരത്രയും നീറ്റിൽ വെക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ വലിച്ചിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ കാണിക്കാത്തത്.